നഗ്ന ദൃശ്യങ്ങൾ പോൺ സൈറ്റുകളിൽ പ്രചരിപ്പിക്കും. ഇതാണ് ആ എറണാകുളത്ത് താമസിക്കുന്ന യുവതിയോട് ബിഗ് ബോസ് താരവും മോഡലും റിയാലിറ്റി ഷോ ആർട്ടിസ്റ്റുമായ ഷിയാസ് കരീം വെല്ലുവിളിച്ചത്, ഭീഷണിപ്പെടുത്തിയത്. തട്ടിയെടുത്തത് 65 ലക്ഷം രൂപയാണെന്നും പെൺകുട്ടിയുടെ പരാതിയിൽ പറയുന്നുണ്ട്. ഇതിനു മുമ്പും സമാനമായ രീതിയിൽ ഷിയാസ് കരീം ഒരു പീഡനം നടത്തിയതായിട്ടുള്ള വാർത്തകൾ തന്നെ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ ഇതിനു മുൻപ് നടത്തിയിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെളിപ്പെടുത്തൽ ഷിയാസ് പറഞ്ഞിരുന്നത് അത് കോടതിയിൽ ക്ലോസ് ചെയ്ത കേസാണ്. ഇതുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾക്ക് തന്നെയാണ് മുൻഗണന എന്ന് പറഞ്ഞുകൊണ്ട് ഷിയാസ് ഇന്ന് സംഭവിച്ച ഈ കേസിന് മുൻപ് വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. ഇപ്പോൾ ഷിയാസ് കരീമിനെതിരെ മറ്റൊരു പീഡന പരാതി. പണം വാങ്ങി ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ് പരാതി. ജീവനാന്തം കൂടെ ഉണ്ടാകുമെന്ന് പെൺകുട്ടിക്ക് വാക്കാൽ ഉറപ്പ് നൽകിയതിന് ശേഷം കൈമലർത്തി കളയുക. അതാണ് ഷിയാസ് ചെയ്തത്. പലയിടത്തും വസ്തുക്കൾ വാങ്ങാൻ, ബിൽഡിങ്ങുകൾ വാങ്ങാനായി പൈസ വാങ്ങിയത് ഉൾപ്പെടെയാണ് പെൺകുട്ടി ഇപ്പോൾ പുറത്തു പറയുന്നത്. പാലാരിവട്ടം പോലീസിനാണ് യുവതി പരാതി നൽകിയിരിക്കുന്നത്. പ്രണയം നടിച്ച് 65 ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നുള്ളതാണ് പെൺകുട്ടിയുടെ വെളിപ്പെടുത്തൽ. അതോടൊപ്പം തന്നെ ഭീഷണി, നഗ്ന ദൃശ്യങ്ങൾ പോൺ സൈറ്റുകളിലിടും എന്നുള്ളതാണ് ഷിയാസ് കരീമിൻ്റെ ഭീഷണി. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ ബിഗ് ബോസ് താരവും അനുമോളും തമ്മിൽ ഒരുമിച്ചൊരു ഫംഗ്ഷൻ എത്തിയിരുന്ന സമയത്ത് അനുമോൾ ബീഫ് കഴിക്കില്ലേ, നീ സംഖ്യയാണോ എന്ന് ചോദിച്ച ഉൾപ്പെടെ സമൂഹ മാധ്യമങ്ങളിൽ കുറച്ചധികം വൈറലായിരുന്നു ഷിയാസ് കരീം. അതിനിടയിലാണ് ഷിയാസിനെതിരെ ഇപ്പോൾ ഒരു കേസുമായി ബന്ധപ്പെട്ടും കൂടി കാര്യങ്ങൾ പുറത്തു വരുന്നത്. ഷിയാസിനെതിരെ ഇതാദ്യമായിട്ടല്ല ഒരു പീഡന പരാതി എത്തുന്നത് എന്നതും കൂടി എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അതിനിടയിൽ പരാതിക്കാരിക്കെതിരെ ഷിയാസ് കരീം തന്നെ രംഗത്തെത്തി. ഷിയാസ് പറയുന്നത് തന്നെയാണ് യുവതി വഞ്ചിച്ചത് എന്നുള്ളതാണ് ഷിയാസ് പറയുന്നത്. സാമ്പത്തിക തട്ടിപ്പിന് ഇരയായത് താനാണെന്നാണ് ഷിയാസ് പറയുന്നത്. അതായത് 65 ലക്ഷം രൂപ തട്ടിയെടുത്തെന്ന് ഈ പെൺകുട്ടി പോലീസിന് പരാതി കൊടുക്കുമ്പോൾ, പാലാരിവട്ടം പോലീസിന് പരാതി കൊടുക്കുമ്പോൾ ഷിയാസ് പറയുന്നത് തൻ്റെ കയ്യിൽ നിന്നാണ് ഈ പെൺകുട്ടി പൈസ അടിച്ചു മാറ്റിയത് എന്നുള്ളതാണ് ഷിയാസിൻ്റെ വെളിപ്പെടുത്തൽ. ലൈംഗിക ചൂഷണം എന്ന ആരോപണം തന്നെ തെറ്റാണെന്നും ഷിയാസ് പറയുന്നുണ്ട്. താൻ നൽകിയ പരാതിയിൽ അന്വേഷണം നടക്കുന്നതിനിടെയാണ് യുവതിയുടെ പരാതി എന്നുള്ളതാണ്. അതായത് ഷിയാസിൻ്റെതാണ് ഈ പെൺകുട്ടിക്കെതിരെ ആദ്യം പരാതി കൊടുത്തത്. ഇപ്പോൾ പെൺകുട്ടി വേറൊരു പരാതി കൊടുക്കുന്നത് താൻ കൊടുത്ത പരാതിയുടെ സമയത്തിലാണ് എന്നതും കൂടി പറയുന്നുണ്ട്. കള്ളക്കേസിൽ കൊടുക്കുമെന്ന് യുവതി തന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നതും കൂടി പറയുന്നു. ആ ഭീഷണിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ കേസ് ഈ പെൺകുട്ടി നടത്തിയിരിക്കുന്നത് എന്നതാണ് ഷിയാസ് കരീം പറയുന്നത്. ഷിയാസ് പറയുന്നത് ഇതൊരു കള്ളക്കേസാണ് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഷിയാസ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ, പണം തട്ടിയെടുത്തിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ചുള്ള കൃത്യമായ രീതിയിലുള്ള മറുപടി ഒന്നും തന്നെ ഷിയാസ് നൽകുന്നില്ല. പക്ഷേ ഇത് ഷിയാസിനെതിരെ ആദ്യമായിട്ടല്ല ഈ പീഡന പരാതി എന്നതും കൂടി വ്യക്തമാക്കട്ടെ. എന്തായാലും ബീഫ് വിഷയമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് BJP-ക്കാരാണെന്നാണ് ഈ ബീഫ് വിഷയം കത്തിച്ചത് എന്നത് ബന്ധപ്പെട്ട് ഷിയാസ് കുറച്ച് മുന്നേ ഈ അനുമോളുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്കിടയിൽ സംസാരിച്ചിരുന്നു. രാഷ്ട്രീയ തർക്കം തന്നെ ഷിയാസ് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഉണ്ടാക്കിയിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഷിയാസുമായി ബന്ധപ്പെട്ടൊരു പീഡന ആരോപണവും കൂടി പുറത്തു വന്നിരിക്കുന്നത് എന്നും കൂടി പറയുന്നു. മറ്റേ കേസുമായി ബന്ധപ്പെട്ട്, അതായത് ഇതിന് മുന്നത്തെ പീഡന കേസുമായി ബന്ധപ്പെട്ട് ഷിയാസ് പറഞ്ഞ എക്സാക്ട് വാചകം ഇങ്ങനെയാണ്: ആ കേസ് കോടതി ക്ലോസ് ചെയ്തതാണെന്നും സ്ത്രീകൾക്ക് നിയമത്തിൽ മുൻഗണന ഉള്ളിടത്തോളം കാലം ഇങ്ങനെയുള്ള പരാതികൾ ആർക്കെതിരെയും ഉണ്ടാകുമെന്നായിരുന്നു ഷിയാസിൻ്റെ പ്രതികരണം. നേരത്തെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, വെറും 1.5 ആഴ്ചകൾക്ക് മുമ്പ് സംഭവിച്ച കാര്യമാണിത്. അപ്പോൾ അതിനിടയിൽ ഇപ്പോൾ ഈ ഒരു ലൈംഗിക പീഡന പരാതിയും കൂടി എത്തുന്നു. പലയിടത്തായി ഷിയാസ് പല ഹോട്ടൽ മുറികളിലും തന്നെ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നതാണ് പെൺകുട്ടി പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പെൺകുട്ടി പരാതിയിൽ പറയുന്നത്, ഷിയാസ് കല്യാണം കഴിച്ചു എന്ന കാര്യം തനിക്ക് അറിയില്ലായിരുന്നു എന്നുള്ളതാണ്. ഷിയാസ് മാരീഡ് ആയിരുന്നു എന്ന കാര്യം തനിക്ക് അറിയില്ല എന്നതാണ് പെൺകുട്ടി പറയുന്നത്. പക്ഷേ അതിനകത്തൊരു ചോദ്യമുണ്ട്. ഷിയാസ് കരീം എന്ന് ഗൂഗിൾ അടിക്കുമ്പോൾ തന്നെ ഷിയാസ് മാരീഡ് ആണോ, അല്ലെങ്കിൽ ഷിയാസ് കരീം മാരേജ് എന്ന് അടിക്കുമ്പോൾ തന്നെ ഷിയാസ് മാരീഡ് ആണോ അല്ലയോ എന്നുള്ളതിനെ പറ്റി നമുക്ക് കൃത്യമായ ധാരണ ഉണ്ടാകും. പക്ഷേ പെൺകുട്ടിയുടെ പരാതിയിൽ ഷിയാസ് മാരീഡ് ആണ് എന്ന കാര്യം എനിക്ക് അറിയില്ലായിരുന്നു എന്നതിനെ സംബന്ധിച്ചാണ് പെൺകുട്ടി പരാതി കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഈ പരാതിയുമായി ബന്ധപ്പെട്ടുള്ള മുന്നോട്ടുള്ള നീക്കങ്ങൾ പോലീസ് അന്വേഷിക്കുകയാണ്. ഇതിനിടയിൽ ഷിയാസിൻ്റെ ഒരു പൂട്ട് കിട്ടുകയാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.